ലിയോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തുടങ്ങിയ സിനിമകൾക്ക് ശേഷമുള്ള തളപതി വിജയ് അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. തളപതി 69 പ്രഖ്യാപനമാണ് ഒഫീഷ്യലായിട്ട് ഇന്ന് ഈ കാണുന്ന പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് അറിയിച്ചിരിക്കുന്നത്. KVN പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന സിനിമ വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധ ലിയോയ്ക്ക് ശേഷം വീണ്ടും ഒരു വിജയ് ചിത്രത്തിന് സംഗീതം നൽകുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഇനിയും ആരംഭിക്കാത്ത സിനിമ അടുത്ത വർഷം ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിനിടയിൽ വിനോദ് നേരത്തെ സംവിധാനം ചെയ്തിട്ടിരുന്ന കമലഹാസന്റെ 233ാമത്തെ സിനിമയുടെ അതേ കഥ തന്നെയായിരിക്കും തളപതി 69 എന്ന് നിലവിൽ റൂമേഴ്സ് ആയിട്ട് പുറത്തു വരുന്നുണ്ട്. നേരത്തെ കമലഹാസന്റെ 233ാമത്തെ സിനിമ വിനോദ് കോംബോയിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നതാണ്. എന്നാൽ കമലഹാസന്റെ തിരക്കുകൾ മൂലം ആ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു പ്രൊജക്റ്റാണ് വിജയ് വിനോദ് കോംബോ ആയിട്ട് ഇപ്പോൾ വരാനിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും അടുത്ത മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. കാത്തിരിക്കാം. കാസ്റ്റ് ആൻഡ് ക്രൂ ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഈ പ്രഖ്യാപനത്തിനിടയിലെല്ലാം തന്നെ വിജയുടെ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിജയ് നായകനാക്കി വെങ്കട്ട പ്രഭു സംവിധാനം ചെയ്ത ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇന്ന് 10ാം ദിവസം തിയേറ്ററുകളിൽ പിന്നിടാനായിട്ടിരിക്കുകയാണ്. ദി ഗോട്ടിന്റെ ഏറ്റവും പുതിയ തമിഴ്നാട് കളക്ഷൻ പുറത്തു വരുമ്പോൾ 150 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ വെറും 9 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം ഗോട്ട് നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട്. വിജയുടെ രണ്ടാമത്തെ 150 കോടിയിലധികം കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ലിയോയ്ക്ക് ശേഷം ഗോട്ട് മാറുകയാണ്. വിജയുടെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ 150 കോടിയിലേറെ തമിഴ്നാട് ബോക്സ് ഓഫീസ് നേട്ടം, അതിലുപരി മറ്റൊരു തമിഴ് താരത്തിനും ഇല്ലാത്ത നേട്ടം തുടങ്ങിയവയെല്ലാം തന്നെയാണ് ഏറ്റവും പുതിയതായിട്ട് ഗോട്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓവർസീസിൽ തമിഴ്നാടിനേക്കാൾ കളക്ഷൻ വന്നെങ്കിലും നിലവിൽ ഗോട്ട് എന്ന സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന മേഖല തമിഴ്നാട് തന്നെയാണ്. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.